നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണം കേന്ദ്ര സർക്കാരിന് ലഭിക്കുമോ? ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ ഉയർത്താനും ഭരണം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾ സംസ്ഥാന BJP നേതൃത്വം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തരമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് നിവേദനം നൽകി. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ മാസം ഒടുവിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ ശബരിമല സന്നിധാനത്ത് വെച്ച് ശബരിമല കർമ്മസമിതിക്ക് ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ അനുമതി ലഭിച്ചത്. ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി രാവും പകലും പോരാടിയ ഒരു സംഘടനയാണ് ശബരിമല കർമ്മസമിതി. പന്തളം കൊട്ടാരമടക്കം അംഗമായിട്ടുള്ള ശബരിമല കർമ്മസമിതി. ആ ശബരിമല കർമ്മസമിതിക്കാണ് സന്നിധാനത്ത് വെച്ച് രാഷ്ട്രപതിയെ നേരിട്ട് കാണുന്നതിനും രാഷ്ട്രപതിയുമായി ചർച്ച ചെയ്യുന്നതിനുമുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. ഇത് തീർത്തും സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയാണ്. കാരണം സംസ്ഥാന സർക്കാർ ഒരിക്കലും ഈ ശബരിമല കർമ്മസമിതിയെ അംഗീകരിച്ചിട്ടില്ല. ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകർക്കെതിരെയാണ് നൂറുകണക്കിന് കള്ളക്കേസുകൾ സംസ്ഥാന പോലീസ് എടുത്തിട്ടുള്ളത്. പിണറായി പോലീസ് നിരന്തരം വേട്ടയാടിയ ഒരു സംഘടന കൂടിയായിരുന്നു ശബരിമല കർമ്മസമിതി. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ശബരിമല കർമ്മസമിതിയെ ചേർത്ത് നിർത്തുകയും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ശബരിമല കർമ്മസമിതിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഈ ചർച്ചയിലും ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നും ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുമായിരിക്കും കർമ്മസമിതി ആവശ്യം ഉന്നയിക്കുക. അല്ലാത്ത പക്ഷം പന്തളം രാജകൊട്ടാരത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയുടെ കീഴിലോ ഈ ക്ഷേത്രത്തിന്റെ ഭരണം മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കും. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണം ഇനിയും തുടർന്നാൽ ശബരിമല സന്നിധാനത്ത് ഭഗവാന്റെ വിഗ്രഹം പോലും ഉണ്ടാകില്ല എന്നുള്ള ആക്ഷേപകരമായ പ്രചരണമായിരിക്കും ഈ ശബരിമല കർമ്മസമിതി ഇനി നടപ്പാക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ള കേരളത്തെ പിടിച്ചുലച്ച വാർത്തയാണ്. ഈ സ്വർണ്ണക്കൊള്ള ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. എന്തെല്ലാം ശബരിമല സന്നിധാനത്ത് നിന്ന് കളവ് പോയിട്ടുണ്ട് എന്നത് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ പരിശോധന നടത്തിയത്. ഇനി ഒരു മാസത്തിനുള്ളിൽ ആ സംഘം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ കവർച്ച ചെയ്യപ്പെട്ടു, ശബരിമലയിൽ നിന്ന് എന്തൊക്കെ കൊള്ള ചെയ്യപ്പെട്ടു എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ശബരിമലയിലെ ഈ പിണറായി ഭരണത്തിന്റെ ഗതികേട് മൂലം എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.